का बस यही है कि इतने कम फीस में नहीं पढ़ाया जाए और इतने हजारों संख्या में जो रिजल्ट आता है पूरी तरह से इतनी गोली चलाने में 10 मिनट में ऐसा लगा कि जैसे अफरा तफरी होकर लगभग कितना राउंड गोली चला है? 8-10 राउंड तो हम देखे हैं। 8-10 राउंड हम देखे हैं। हमें क्या पता है, अभी पीएमसीएच में एडमिट है, उसका पूरा सर बगल की कोचिंग वाला है, सबको पता है कौन हो सकता है। वो बयान भी दिया है, कहा कि खान सर का कोचिंग 2 दिन में उड़ा देंगे। इतनी क्या ऐसी है कि मतलब गोली चला जाए? बात बस एक चीज है कि इतना रिजल्ट इतने कम फीस में क्यों हो रहा है। ബീഹാറിലെ പാട്നയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ആ വാർത്ത ഖാൻ ഗ്ലോബൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്റർ, ആ കോച്ചിങ് സെൻറ്ററിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുകയാണ്. ആ കോച്ചിങ് സെൻറ്ററിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുകയാണ്. എന്താണ് കാരണം? രാജ്യത്ത് വിദ്യാർത്ഥികൾ അത്രയും എൻട്രൻസ് എക്സാമുകൾ, CBSE എക്സാമുകളിലൊക്കെ വലിയ ക്രമക്കേടുകൾ നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അതിനെതിരെ ആരും സംസാരിക്കരുത്, ആ വിഷയം ആരും ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് ഇവരുടെ ടോട്ടൽ ഒരു സമീപനം എന്ന് പറയുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരടച്ചിട്ട കോൺഫറൻസ് ഹാളിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തുമ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ള ആളുകൾ വന്നിട്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു അല്ലേ. രാജ്യത്ത് വളരെ കൃത്യമായിട്ട് വളർന്നു വരുന്ന തലമുറയുടെ ഭാവിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സർക്കാർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാ കാലത്തും വരുന്ന സർക്കാരുകൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വലിയ മികച്ച രീതിയിൽ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല ഏത് രംഗമാണെങ്കിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഇപ്പം കൃത്യമായിട്ട് ഈ സഞ്ജയ് സിംഗ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തർപ്രദേശിനെ നമ്പർ 1 സംസ്ഥാനമാക്കുക. അപ്പം അങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, ഈ രാജ്യത്ത് തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ നമ്പർ 1 ആകാൻ വേണ്ടിയുള്ള ഒരു മത്സരം. ആ നമ്പർ 1 സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ തന്നെ ചോദ്യപേപ്പറുകൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഈ CBSE മേഖലകളിലാണെങ്കിലും നീറ്റിലാണെങ്കിലും ഒക്കെ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾക്ക് ആധാരം അതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഈ പറയുന്ന ഖാൻ ഗ്ലോബൽ സ്റ്റഡീസ് കോച്ചിങ് സെൻറ്റർ, ആ കോച്ചിങ് സെൻറ്ററിൽ നടന്നിരിക്കുന്നതും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ബീഹാർ പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ തസ്തികയിൽക്കുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നടന്നു. ആ റിക്രൂട്ട്മെൻറ്റ് നടന്നപ്പോൾ അതിൽ ഈ ഖാൻ ഗ്ലോബൽ സ്റ്റഡീസിൽ പഠിച്ച് കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ 12,000 പേര്, ഒന്നും രണ്ടുമല്ല 12,000 പേരാണ് ഈ ഖാൻ ഗ്ലോബൽ സ്റ്റഡീസിൽ പഠിച്ചിറങ്ങിയ ആളുകൾ വിജയിച്ച് കയറിയിരിക്കുന്നത്. 12,000 പേര് ബീഹാറിലെ സാധാരണക്കാരായിട്ടുള്ള, പരഗതിയും ഒരു ഗതിയും ഇല്ലാത്ത കൂലിപ്പണിക്കാരായിട്ടുള്ള, കർഷകരായിട്ടുള്ള ആളുകളുടെ മക്കള് ഈ ഖാൻ ഗ്ലോബൽ സ്റ്റഡീസിൽ പഠിച്ചിറങ്ങി അവർ പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്കും അതിന് മുകളിലുള്ളതിലേക്കും ഒക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പറയുന്ന ഖാൻ സ്റ്റഡീസ് ഗ്ലോബൽ സ്റ്റഡീസ് സെൻറ്ററിൽ എന്തുണ്ടാവുന്നത്? വെടിവെപ്പ് ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിയറവ് വെച്ചതിൻ്റെയും അതുപോലെ തന്നെ ഈ ക്രമക്കേടുകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനുമിടയിലാണ് ഇപ്പോൾ ഈ നടക്കുന്ന വെടിവെപ്പുകളും അക്രമങ്ങളും. ഇത് രണ്ടും നമ്മൾ ഒന്നായിട്ട് കാണണം. ഈ ഖാൻ ഗ്ലോബൽ സ്റ്റഡീസിൽ നടന്നിരിക്കുന്ന വെടിവെപ്പും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ MP, രാജ്യസഭാ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ്, ആ സഞ്ജയ് സിംഗിന് നേരെ സഞ്ജയ് സിംഗും കുറച്ച് ആളുകളും ചേർന്ന് ഈ CBSE നീറ്റ് മേഖലകളിൽ നടന്ന ക്രമക്കേടിനെതിരെയുള്ള അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ കളക്ടറും പോലീസും ഒക്കെ എത്തിക്കൊണ്ട് അത് തടയാൻ നടത്തിയ ശ്രമവും, ഇത് രണ്ടും നമ്മൾ ഒന്നായിട്ട് കാണണം. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഘട്ടത്തിൽ ഇത് ആരും ചർച്ച ചെയ്യരുത് എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ വെടിവെപ്പ് നടന്നതിന് തൊട്ടു പിന്നാലെ ഈ ഖാൻ ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ
മുന്നിലെത്തിയിട്ട് വിദ്യാർത്ഥികൾ വലിയ ഒരു ഈ ഖാൻ സാർ എന്ന് ഇവർ വിളിക്കുന്ന ആ വ്യക്തിയോട് വലിയ രീതിയിൽ ഒരു ഐക്യപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് രാജ്യത്ത് നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് ഗോഡി മീഡിയ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അഞ്ജന ഓം പ്രകാശിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകര്, അഞ്ജന ഓം പ്രകാശാണോ കശ്യപ്പാണോ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഗോഡി മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സംഘ് പരിവാറിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള മാധ്യമങ്ങൾ മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, എസ്പെഷ്യലി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്ത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ, അതിനെ എങ്ങനെ തടയിടാം എന്നതിനെ കുറിച്ച് വലിയ കൃത്യമായ പ്രവർത്തികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓൺലൈനിലൂടെ ടീച്ചിങ് നടത്തുന്ന അധ്യാപക, ഈ കോച്ചിങ് സെൻറ്റർ പോലെയുള്ള, ട്യൂഷൻ സെൻറ്റർ പോലെയുള്ള ഓൺലൈൻ കോച്ചിങ് സെൻറ്ററുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട അടിച്ചേൽപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാൻ ഗ്ലോബൽ സ്റ്റഡീസിൻ്റെ പ്രത്യേകത എന്താ? വളരെ വളരെ പരിമിതമായ, തുച്ഛമായ ഫീസിനാണ് കുട്ടികൾക്ക് കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്, വിദ്യാർത്ഥികൾക്ക്. അത് കോച്ചിങ് അവിടെ നിന്ന് ഈ തുച്ഛമായ, അതാണ് ഇപ്പോൾ ഈ ഖാൻ സാർ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. അല്ല, അദ്ദേഹം ഏറ്റവും അവസാനം പറയുന്ന കാര്യം അതാണ്. വളരെ തുച്ഛമായ പൈസക്ക് കോച്ചിങ് നടത്തുന്നു, അതുപോലെ തന്നെ അവിടെ നിന്ന് വലിയ റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കുന്നു. കാരണം കുട്ടികൾക്ക് വളരെ ആത്മാർത്ഥമായി കുട്ടികൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ഇത്തരക്കാർ. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു ഭാഗത്ത് CBSE പരീക്ഷ ക്രമക്കേട് ചർച്ചയാകുന്നു, മറുഭാഗത്ത് ഈ പറയുന്ന രീതിയിൽ എന്താ പറയേണ്ടത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ CBSE പരീക്ഷ എഴുതിയ വേദാന്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സാർത്ഥക് സിദ്ധാന്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. ഇന്നലെ മറ്റൊരു വിദ്യാർത്ഥി, ഒരു 19-കാരൻ എത്തിയിട്ടുണ്ട്. ആ 19-കാരൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഈ CBSE പരീക്ഷയുടെ ഡിജിറ്റൽ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ, പരീക്ഷ പേപ്പർ ഇപ്പോൾ അധ്യാപകർ ഉത്തരക്കടലാസുകൾ വായിച്ചു നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഈ ഷീറ്റുകളെല്ലാം കൂടി സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സ്കാൻ ചെയ്ത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്, അതാണത്. സിസ്റ്റം സ്കാൻ ചെയ്ത് സിസ്റ്റം എന്ത് ചെയ്യും? ഈ പറയുന്ന ആൻസറുകൾ വെരിഫൈ ചെയ്യും. ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഡിജിറ്റൽ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പോർട്ടലിൽ ഏതൊരു സാധാരണക്കാരനും അനായാസം ലോഗിൻ ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അതിൽ ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് തിരുത്തലുകൾ വരുത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നം, വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഇപ്പോൾ LKG മുതൽ ഇങ്ങോട്ട് കൂട്ടിക്കോ 12-14 വർഷത്തോളം പഠിച്ചിട്ട് കുട്ടികൾ 12ാം ക്ലാസ് ബോർഡ് എക്സാം എഴുതിയിട്ട് ആ എക്സാം എഴുതി കഴിയുമ്പോൾ പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ഈ പറയുന്ന മാർക്കുകളും ആൻസർ ഷീറ്റുകളിലുമൊക്കെ വ്യത്യാസം വരുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം തകർന്ന് തരിപ്പണമായിട്ട് വിദ്യാഭ്യാസ മേഖല. ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്താ ഇത്ര പ്രാധാന്യം നൽകുന്നത് മറ്റുള്ള മേഖലയെക്കുറിച്ച്? കാരണം അത് വളർന്നു വരുന്ന നെക്സ്റ്റ് തലമുറ, നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ നട്ടെല്ലാണ് ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്, അല്ലേ? ഈ വളർന്നു വരുന്ന തലമുറ, അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാകാൻ പോകുന്നത്. ഈ വളർന്നു വരുന്ന തലമുറ വെൽ എഡ്യൂക്കേറ്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ അത്രയും നമ്മുടെ രാജ്യത്തിനാണ്. ഇനി അതല്ല, ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തി സംസ്ഥാനത്തെ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തി പരീക്ഷയിൽ 8 നിലയിൽ പൊട്ടിയ വിദ്യാർത്ഥികളെ വിജയിച്ചവരായി കാണിച്ചുകൊണ്ട് ഞങ്ങൾ
രാജ്യത്ത് നമ്പർ 1 ആണെന്നുള്ള മേനി നടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ക്രമക്കേടുകൾ അത് ഈ രാജ്യത്തെ തകർക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഈ പരാജയപ്പെട്ട വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള കളി നടക്കുമ്പോൾ മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? നല്ല മാർക്കോടുകൂടി പാസ്സാകേണ്ട, നന്നായിട്ട് പരീക്ഷ എഴുതിയ, കഷ്ടപ്പെട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതിയ നല്ല ടാലൻ്റ് ഉള്ള വിദ്യാർത്ഥികൾ അവർ പരാജിതരായി മാറുന്നു. കാരണം ഈ പരാജയപ്പെട്ടവൻ്റെ മാർക്ക് ഇങ്ങോട്ട് വരുന്നു, വിജയിച്ചവൻ്റെ മാർക്ക് അങ്ങോട്ടും പോകുന്നു. അപ്പോൾ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഒരു ടാലൻറ്റും ഇല്ലാതെ, ഒരു കഴിവുമില്ലാതെ, വിദ്യാഭ്യാസം എന്താണെന്ന് പോലും അറിയാതെ പല ആളുകളും പല വിദ്യാർത്ഥികളും വിജയിച്ച് കയറുന്നതായിട്ട് കാണുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? ഈ പറയുന്ന നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും. അതാണല്ലോ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത്. UP ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്ത്, എല്ലാ മേഖലയിലും 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള നെറികെട്ട കളികളാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാൻസർ, ഇപ്പോൾ ഇതുമായി ചേർത്ത് വെക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പം ഈ ശനിയാഴ്ച ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുക. അതിനായിട്ട് വിദേശത്ത് താമസിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ ശനിയാഴ്ച രാവിലെ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നു. എന്താണ്? അഭിജിത് ദീപ്കെ രാജ്യത്ത് കാലുകുത്തിയാൽ ഉടൻ വീട്ടുതടങ്കലിലാക്കണം. ഇപ്പൊ ഈ 3 ഇൻസിഡന്റുകൾ, ഒന്ന് അഭിജിത് ദീപ്കയെ വീട്ടുതടങ്കലിലാക്കാനുള്ള തീരുമാനം, മറ്റൊന്ന് സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗും ആളുകളും നടത്തിയ നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ച് നടത്തിയ ചർച്ച തടയാൻ വേണ്ടി വന്ന കളക്ടറും ജില്ലാ പോലീസ് മേധാവികളും, മൂന്നാമത് ബീഹാർ പാട്നയിൽ ഈ പറയുന്ന ഖാൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ നടന്ന വെടിവെപ്പ്. ഈ 3 കാര്യങ്ങളും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ, അതല്ലെങ്കിൽ അത് പുറത്തേക്ക് എത്താതിരിക്കാൻ, പ്രതിസന്ധിയെ മറികടക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പ്രതിസന്ധി ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ അറിയരുത്, പൊതുസമൂഹത്തിലേക്ക് എത്തരുത്, ഇത് ചർച്ചയാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള പണികളായിട്ട് നമ്മൾ ഇതിനെ 3നെയും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. ഞാൻ ഈ വിഷയത്തിൽ ഇത്രയധികം സംസാരങ്ങൾ, ചർച്ചകളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിനുള്ള കാരണം, കേരളത്തിൽ എവിടെയും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും നടക്കുന്ന കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണതെന്ന് അറിയാൻ പറ്റുന്നില്ല. രാജ്യത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്തരം ഒരു പരാജയപ്പെട്ട വിദ്യാർത്ഥി, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് കേൾക്കും, ഞാൻ വിദ്യാർത്ഥികളെ കുറ്റം പറയല്ല, ഒരു പരാജയപ്പെട്ട വിദ്യാർത്ഥിയെ വിജയിച്ചതായിട്ട് കണക്കാക്കുന്നു. ആ വിദ്യാർത്ഥിയാണ് ഭാവിയിൽ എന്താകുന്നത്? ഈ പറയുന്ന ഭരണത്തിൻ്റെ പല കേന്ദ്രങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. അങ്ങനെ എത്തിപ്പെട്ടാലുള്ള ഒരു ദുരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 12 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ, വിജയിക്കേണ്ടിയിരുന്ന വിദ്യാർത്ഥികൾ, നന്നായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അവർ പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുക. മനസ്സിലായില്ലേ? അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോ ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ആശങ്കാപരമായിട്ടുള്ള കാര്യം എന്താണ്? രാജ്യത്ത് ആകെ നടക്കുന്ന ചർച്ച എന്താണെന്ന് നോക്കിയേ നിങ്ങൾ. ഇപ്പം രാജ്യത്ത് സംഘ് പരിവാർ മുഖ്യമന്ത്രിമാരാണെങ്കിലും നരേന്ദ്രമോദിയാണെങ്കിലും സംഘ് പരിവാർ മന്ത്രിമാരാണെങ്കിലും ഒക്കെ ഇവരൊക്കെ സംസാരിക്കുന്ന വിഷയം എന്താണ്? ഹിന്ദു, മുസ്ലിം, ഗോമാത, ബീഫ്, പാകിസ്ഥാന്, ഇതൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ സമ്പദ്ഘടനയെക്കുറിച്ച്, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, നാണയപ്പെരുപ്പത്തെക്കുറിച്ച്, രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇന്ധനക്ഷാമത്തെക്കുറിച്ച്, ഇന്ധന വില വർധനവിനെക്കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ല. പിന്നെ ഈ പറയുന്ന CBSE നീറ്റ് പരീക്ഷകൾ വിദ്യാഭ്യാസ രംഗത്തെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പറയുന്നവരൊക്കെ ഇപ്പം ഇന്നലെ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു.
ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി, ആ സുവേന്ദു അധികാരി എന്താ ചെയ്യുന്നത്? ആ സുവേന്ദു അധികാരി കൃത്യമായിട്ട് ഈ പറയുന്ന ജനങ്ങളോട്, ബംഗാളിലെ ഗ്രാമീണർ സുവേന്ദു അധികാരി വന്നപ്പോൾ കണ്ടപ്പോൾ പറയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് റോഡ് വേണമെന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഗ്രാമം ഹൈന്ദവരുടെ ഗ്രാമമാക്കൂ, ഹിന്ദു ഗ്രാമമാക്കി മാറ്റൂ, മുസ്ലിങ്ങളെ ഇവിടുന്ന് ആട്ടിയിറക്കൂ, അപ്പോൾ റോഡ് വരും, പാലം വരും. രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിഭജിച്ച് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിത്തുകൾ അവർക്കിടയിൽ കുത്തി നിറച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള എല്ലാ പണിയും ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലോ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് കമാ എന്നൊരക്ഷരം മിണ്ടാൻ ഈ ഭരണാധികാരികൾക്ക് ആർക്കും ആവുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്.